സിസ്റ്റർ വെന്റിലേറ്റർ ഓൺ ആക്കൂ, മോണിറ്റർ ഓൺ ആക്കൂ, ഓക്സിജൻ ഓൺ ആണോ നോക്കിയേ. ആ അത് ഓൺ ചെയ്യൂ. സിസ്റ്റർ പുറത്ത് ബന്ധുക്കളുടെ വിളിക്കൂ. മൂന്ന് ദിവസമായി തുടർച്ചയായുള്ള കുടിയാ. ഇന്ന് രാവിലെ അബോധാവസ്ഥയിലായത്. ചേച്ചി കണ്ടീഷൻ അല്പം സീരിയസ് ആണ്. ഈ കണ്ടീഷനിൽ ഒന്നും പറയാൻ കഴിയില്ല. കരയില്ലേ ചേച്ചി? ചേച്ചി എന്തൊരു പരീക്ഷ, ഗതി പിടിക്കില്ല. അമ്മേ ബോർഡുകൾ സ്ഥാപിക്കാം, പിന്നെ എന്ത് ചെയ്യാം? ബോധവൽക്കരണ ക്ലാസുകൾ. ഗിവ് എ ക്ലാപ്പ് ഹിം. അപ്പോ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു നാടകം. പുഴയുടെ വിഷമങ്ങൾ നമ്മളോട് പറയുന്നു. നമ്മൾ അതെന്തെല്ലാമാണെന്ന് അറിയുകയും പുഴയെ എങ്ങനെ സുമ സുമ മോളെ, എന്താ അമ്മേ? ഒന്നിങ്ങോട്ട് വരൂ മോളെ. ഇപ്പ വരേ. എന്താ അമ്മേ? ഈ തുണിയൊന്ന് നനച്ചിട്ട് തരുമോ മോളെ? ശരി അമ്മേ. മോള് നനഞ്ഞോ? ഇല്ല അമ്മേ. മഴയത്ത് പണിയൊന്നും എടുക്കണ്ട, മൂക്ക് പനി പിടിക്കും. അത് സാരല്ല അമ്മേ. ഇതുകൂടി കഴിഞ്ഞാ ഞാനാണേ ചുവപ്പ്. എടി അച്ഛൻ. നമ്മുടെ സുമയ്ക്കിപ്പോ എന്താന്നറിയില്ല. കുറച്ചു ദിവസമായി അവൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നതേ ഇല്ല. അവൾ എല്ലാ പരിപാടിയിലും മുന്നിട്ട് നിൽക്കുന്ന കുട്ടിയല്ലേ? ആയിരുന്നു, പക്ഷെ ഈയിടെയായി അവൾ ഒന്നിലും മുന്നോട്ട് വരുന്നതേ ഇല്ല. അതെന്താണെന്ന് അറിയണ്ടേ? നമുക്ക് അവളുടെ രക്ഷിതാക്കളുമായി ഒന്ന് സംസാരിച്ചാലോ? തീർച്ചയായും. അമ്മേ, അമ്മേ എന്തെങ്കിലും വാങ്ങിത്തരുവോ? വിശക്കുന്നമ്മേ. കയ്യിൽ പൈസയൊന്നും ഇല്ലല്ലോ മോനെ. എന്നാൽ ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിത്തരോ അമ്മേ? കുട്ടികൾക്ക് 2 ഗ്ലാസ് വെള്ളം തരൂ. ഓ തരാലോ.
എന്താ മോളെ? എനിക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാനൊന്നും പറ്റുന്നില്ല അമ്മേ. ഉറങ്ങിപ്പോകുന്നു. ക്ലാസ്സിൽ ഒന്നാമതായിരുന്ന മക്കളല്ലേ? എനിക്കും സ്കൂളിൽ പോകാൻ തോന്നുന്നില്ലമ്മേ. ഞാൻ ക്ലാസ്സിൽ എല്ലാത്തിനും പിന്നിലായി. അച്ഛനെ ഭയന്നിട്ട് രാത്രിയിൽ ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. നൂറ് പഞ്ചസാര 50 ചായപ്പൊടി. സുരേന്ദ്രൻ ഇന്നലെ പറ്റ മോശമായി പോയില്ലേ? ഏട്ടൻ അച്ഛനോട് ദേഷ്യമുണ്ടോ? എന്തിന്? ഏട്ടന്റെ കൈയടിച്ചത് അച്ഛനല്ലേ? അത് അച്ഛൻ എന്തോ രോഗം ഉണ്ടായോണ്ടല്ലേ? ഒക്കെ ഓർമ്മല്ലാതെ ചെയ്യുന്നതാ. അല്ലാതെ നമ്മുടെ അച്ഛൻ പാവല്ലേ? ഇരിക്കുന്നുണ്ടല്ലേ കൂമന്റെ മാതിരി. നിന്നെ എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല എന്ന് മനസ്സിലായി. നീ നന്നാവില്ലടാ, ഒരു തരത്തിലും നന്നാവില്ല. എടാ, ഇവള് നിന്റെ അമ്മയായിരിക്കും. അതിനേക്കാളൊക്കെ മുമ്പ് ഇവളെന്റെ സഹോദരിയായിരുന്നു. ഇവളെ പട്ടിണിക്കിട്ട് കൊല്ലാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല. അതുകൊണ്ടേ ഞാൻ ഇവളെ കൊണ്ടുപോവുക.
ദൈവാനുഗ്രഹത്താലും ആൽക്കഹോളിക് അനോണിമസ് എന്ന കൂട്ടായ്മയുടെ ശക്തിയാലും ഞാനിന്ന് മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് ഗംഗാധരൻ. ഹായ് ഗംഗാധരൻ. എയ്ഡ്സിനേക്കാളും ക്യാൻസറിനേക്കാളും ഹൃദ്രോഗത്തെക്കാളും ഭീകരമായ ഈ രോഗത്തിൽ നിന്നും രക്ഷ നേടാൻ കഴിഞ്ഞ നമ്മൾ ഭാഗ്യവാന്മാരാണ്. മിസ്റ്റർ ഗംഗാധരൻ, താങ്കൾ സുരേന്ദ്രന് സന്ദേശം കൊടുക്കാൻ പോകേണ്ടതായിരിക്കുന്നു. ഉം. അയാൾ ഒറ്റപ്പെട്ടിരിക്കുന്നു. ഏത് നിമിഷവും എന്തും സംഭവിക്കാം. സുരേന്ദ്ര, സുരേന്ദ്ര, സാരമില്ല സുഹൃത്തേ, സാരമില്ല. എന്തിന് പരിഹാരം? ഇതെന്റെ സുഹൃത്ത് സുരേന്ദ്രൻ. നല്ല ക്ഷീണമുണ്ട്, ഭക്ഷണം തേടുക്ക്. അച്ഛാ അച്ഛന്റെ ഫ്രണ്ട് എന്താ ഒരു ഭ്രാന്തനെ പോലെ? ഇരിക്കി, കൊണ്ടുവാ. ഒഴിച്ചുകൊടുക്ക്. ഹായ് ഗംഗാധരൻ. ഹായ് ഡോക്ടർ, ഇത് ശരി. മിസ്റ്റർ സുരേന്ദ്രൻ. മദ്യാസക്തി വളർന്നു വരുന്ന ഒരു രോഗമാകുന്നു. നമ്മുടെ തലച്ചോറിൽ തുടങ്ങുന്നു, അവിടെ തന്നെ വളരുന്നു, അവസാനിക്കുന്നതും അവിടെ തന്നെ. ഇത് പ്രമേഹ രോഗത്തെപ്പോലെയും ഹൃദ്രോഗത്തെപ്പോലെയും വളരുന്ന രോഗമാകും. എന്നാൽ ഒരേ ഒരു വ്യത്യാസം മാത്രം. മദ്യാസക്ത രോഗം തലച്ചോറിൽ വളർന്നതിന് ശേഷം ശരീരത്തിലെ മറ്റ് അവയവങ്ങളെ മുഴുവൻ കീഴടക്കുന്നു.
ഹൃദ്രോഗവും പ്രമേഹവും നേരെ മറിച്ച് അവസാനമാണ് തലച്ചോറിനെ കീഴടക്കുന്നത്. ഈ ഒരു കാര്യം തന്നെ മദ്യാസക്ത രോഗം മറ്റേത് രോഗങ്ങളെക്കാളും ഭീകരമാണെന്ന് തിരിച്ചറിയാൻ പ്രേരകമാണ്. നിരന്തരമായ ഉപയോഗം കൊണ്ട് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വത്തായ മസ്തിഷ്കത്തെ തകർക്കുവാൻ തുടങ്ങും. ക്രമേണ വേർതിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ നേരിട്ടും ഇച്ഛാശക്തി നഷ്ടപ്പെട്ടും ആവർത്തന സ്വഭാവം പ്രതികരണം ഒരേ രീതിയിൽ തുടരുകയും വൈകാരികത പൊള്ളയായി മാറുകയും സ്നേഹിക്കാൻ കഴിയായികയും ഉദാസീനത, അനുഭാവശൂന്യത, എന്തിനും വിയോജിപ്പ്, പെട്ടെന്ന് ഓർമ്മ നഷ്ടപ്പെടുക, പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ പറ്റായിക തുടങ്ങി മദ്യാസക്തൻ സ്വബോധത്തെയും വ്യക്തിത്വത്തെയും നിഷേധത്തിൻ്റെ കവചത്തിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നു. മദ്യാസക്ത രോഗി മാനസികമായ മുൻഗണന മദ്യത്തിനാണ് കൊടുക്കുന്നത്. അയാൾ ഒറ്റപ്പെടലിലേക്കും വിഷാദ രോഗങ്ങളിലേക്കും ആത്മഹത്യയിലേക്കും പെട്ടുപോകുന്നു. എന്താ പേര്? രാധാകൃഷ്ണൻ, വയസ്സെത്ര? 21. അച്ഛന്റെ പേര്? അച്യുതൻ. ഏത് ഡോക്ടറെ? ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. സുരേന്ദ്രൻ മീറ്റിംഗിൽ വരാറുണ്ടോ? വരാറുണ്ടല്ലോ ഡോക്ടർ. മദ്യം കഴിക്കുമ്പോൾ താങ്കൾക്ക് കുറ്റബോധം തോന്നാറുണ്ടോ? ഇല്ല. എപ്പോഴെങ്കിലും അതിരാവിലെ മദ്യം കഴിക്കേണ്ടതായി വന്നിട്ടുണ്ടോ? ഉണ്ട്. ഹലോ സർ. ഹലോ. ഇരിക്കൂ. ഇത് ജോൺസൺ, ഒരു അമേരിക്കൻ മലയാളിയാണ് സർ. ഹി നീഡ്സ് സം ഫിസിക്കൽ എക്സാമിനേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. കൂടെ പോയിക്കോളൂ. ആവുന്നിട്ട് താങ്കൾ അമേരിക്കയിൽ നിന്നും തിരിച്ചു വരാനുള്ള കാരണം എന്താണ്? എൻ്റേത് ഒരു പ്രണയവിവാഹമായിരുന്നു. വളരെ സന്തോഷകരമായ ഒരു ജീവിതമായിരുന്നു ഞാൻ നയിച്ചിരുന്നത്. പാർട്ടികളിലും മറ്റുമായി അല്പം മദ്യപിക്കുന്ന ശീലമുണ്ടായിരുന്നു. പിന്നീടത് സ്ഥിരമായി. ഈ കാരണത്താൽ തന്നെ ഭാര്യയും മക്കളുമായുള്ള ബന്ധം നഷ്ടപ്പെടാൻ തുടങ്ങി. പൂർണ്ണമായും ഞാൻ ഒറ്റപ്പെട്ടു. ഒരു ദിവസം ഞാൻ വീട്ടിലെത്തിയതേയില്ല. മദ്യപിച്ച് ലഹരിക്കടിപ്പെട്ട് ഒരു കടവരാന്തിയിൽ കിടന്നുപോയി. ഓർമ്മ തിരിച്ചു വന്നപ്പോ ഉടനെ വീട്ടിലെത്തണമെന്ന ബോധമുണ്ടായി. ഞാൻ വീട്ടിൽ ചെന്ന് കയറിയപ്പോ ജോൺസൺ തുറന്നു പറയും. ഡോക്ടർ, വീടിന്റെ വരാന്തയിൽ കയറി